ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു LSS സീരീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ആക്കുന്നത് റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ നമുക്ക് ചോദ്യം നോക്കാം. 999 റോമൻ സംഖ്യയിൽ എങ്ങനെ എഴുതാം എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചത്. ഇതിന് ഞാൻ ആദ്യം ചെയ്തത് ഇതിനെക്കുറിച്ച് വേറിട്ടില്ല, അതായത് 900, 90, 9 അങ്ങനെ കണ്ടുപിടിച്ച് എഴുതാം. 900 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1000-ൽ നിന്ന് 100 കുറച്ചാൽ മതി അല്ലേ? 1000-നും റോമനിൽ എം ആണ്, എമ്മിൻ്റെ വാല്യൂ 1000 ആണ്. 100-ൻ്റെത് സി ആണ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം, കാണാതെ പഠിക്കണം. എമ്മിൻ്റെത് 1000 ആണ്, സിൻ്റെത് 100 ആണ്. 900 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1000-ൽ നിന്ന് 100 കുറയ്ക്കണം, അപ്പോൾ നമുക്ക് 900 കിട്ടും. ഇപ്പോൾ നമുക്ക് എമ്മും കിട്ടി, സിയും കിട്ടി. ഇനി നമുക്ക് 900 ആവണമെങ്കിൽ 1000-ൽ നിന്ന് 100 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെ എഴുതണം എന്ന് നമുക്കറിയാം. റോമൻ സംഖ്യയുടെ ഒരു നിയമമാണ്, ഒരു വലിയൊരു സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണമെങ്കിൽ വലിയ സംഖ്യയുടെ ഇടത്തെ സൈഡിലാണ് ചെറിയ സംഖ്യ എഴുതേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ സംഖ്യ എഴുതണം. ചെറിയ സംഖ്യ 100 അല്ലേ, സി എഴുതണം. എന്നിട്ട് 1000, അതായത് എം അല്ലേ റോമൻ സംഖ്യയിൽ വരുമ്പം എം എഴുതണം. ഇപ്പോൾ നമുക്ക് സി എം എന്ന് കിട്ടി. ഇനി സപ്പോസ് നമുക്ക് 1100 വേണ്ടിയിരുന്നുവെങ്കിൽ നമ്മൾ എം സി എന്നാണ് എഴുതുക. വലിയ സംഖ്യയുടെ വലത്തെ സൈഡിലാണ് നമ്മൾ സി എഴുതുക. അന്നപ്പോൾ അത് കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾക്ക് ഇവിടെ കുറയ്ക്കുകയാണ് വേണ്ടത്. നമുക്ക് 1000-ൽ നിന്ന് 100 കുറയ്ക്കുകയാണ് വേണ്ടത്. 900 നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എമ്മിൻ്റെ ഇടത്തെ സൈഡിൽ സി എഴുതിയത്. ഈ ഒരു സ്റ്റെപ്പ് അവിടെ മാറ്റി വയ്ക്കുക. സി എം നമ്മൾ കണ്ടുപിടിച്ചു, 900 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പറഞ്ഞു 90 കണ്ടുപിടിക്കാം. 999 ആണല്ലോ നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യം. ഇനി 90 കിട്ടാൻ 100-ന് എന്താണ്? 100-ൽ നിന്ന് 10 കുറച്ചാൽ 90 അല്ലേ? 100-ന് എന്താണെന്ന് റോമനിൽ പറയാൻ നമുക്കറിയാം. റോമൻ സംഖ്യയിൽ സി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി 90 കിട്ടാൻ 100-ൽ നിന്ന് 10 കുറയ്ക്കണം. 10-ന് എന്താണ് പറയുക? 10-ന് എക്സ് എന്നാണ്. എക്സ് എന്ന് സൂചിപ്പിക്കുന്നത് 10-നെയാണ്. ഇപ്പോൾ നമുക്ക് 100-നും 10-നും എന്താണ് റോമനിൽ പറയാമെന്ന് കിട്ടി. എക്സും ഉണ്ട്, സിയും ഉണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതണം? 100-ൽ നിന്ന് 10 കുറയ്ക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് വലിയ സംഖ്യ ഇവിടെ ഏതാണ്? സി, അതായത് 100 ആണ്. ചെറിയ സംഖ്യ എക്സ്, അതായത് 10 ആണ്. സോ നമ്മൾ വലിയ സംഖ്യയുടെ ഇടത്തെ സൈഡിലാണ് ചെറിയ സംഖ്യ എഴുതേണ്ടത്. അതായത് സിയുടെ ഇടത്തെ സൈഡിൽ എക്സ് എഴുതണം. എക്സ് സി എന്ന് പറഞ്ഞാൽ 90 ആണ്. അത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. നമുക്കിവിടെ 900 കിട്ടി, 90 കിട്ടി. ഇപ്പോൾ 990 ഇനി നമുക്കൊരു 9 കൂടി വേണം. 9 കിട്ടാൻ എന്താ ചെയ്യുക? 10-ന് നമുക്ക് എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 അല്ലേ? 1-ന് ഐ ആണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മൾ 10 ആണ് വലിയ സംഖ്യ. അതുകൊണ്ട് വലിയ സംഖ്യയുടെ, അതായത് എക്സിൻ്റെ ഇടത്തെ സൈഡിൽ 1ൻ്റെ വാല്യൂയ ഐ എഴുതണം. സോ നമുക്കിവിടെ ഐ എക്സ് എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് 900 കിട്ടി, അത് സി എം ആണ്. 90 കിട്ടി, അത് എക്സ് സി ആണ്. 9 കിട്ടി, ഐ എക്സ് ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 999 കിട്ടില്ലേ? സോ ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുക. അതായത് സി എം എക്സ് സി ഐ എക്സ് ആണ് 999 റോമൻ സംഖ്യയിൽ നമ്മൾ എഴുതുക. നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി തോന്നുമെങ്കിലും നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായി തോന്നും. ഇതിന് റോമൻ സംഖ്യയിൽ എഴുതാൻ മെയിനായിട്ട് ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്, കുറച്ച് സിമ്പിൾസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ പഠിക്കണം, എങ്കിലേ നമ്മൾക്ക് റോമൻ സംഖ്യയിൽ എഴുതാൻ കഴിയുള്ളൂ. ഇത് റോമൻ സംഖ്യയിലെ കുറച്ച് സിമ്പിൾസ് ആണ്, അതിൻ്റെ വാല്യൂസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, വി എന്ന് പറഞ്ഞാൽ 5 ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്, എൽ 50, സി 100, ഡി 500, എം 1000. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ടതാണ്. സോ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.